നമുക്ക് ഇന്നൊരു കിഴങ്ങറിയുടെ വീഡിയോ ആയല്ലോ. നമുക്കിന്ന് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിഴങ്ങാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങെന്ന് പറയുന്ന സാധനം തീരെ താല്പര്യമില്ല കേട്ടോ. എങ്ങനെയൊക്കെ വെച്ചാലും ഞാൻ കഴിക്കാറില്ല. പിന്നെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കിഴങ്ങും പച്ചക്കറികളൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കിഴങ്ങൊക്കെ മേടിച്ചിടയ്ക്ക് കറി വെക്കുന്നത്. പിന്നെ നമുക്ക് മീൻ കിട്ടാത്തപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കറി വെക്കണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ കിഴങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ വീട്ടിൽ ചെല്ലാറുള്ളപ്പോൾ അവിടെ ചിക്കൻ വാങ്ങാറുണ്ട് കേട്ടോ. ഞാൻ ചെല്ലുന്ന വിചാരിച്ചില്ലെങ്കിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് അവിടെ വീട്ടിൽ ഈ ചിക്കൻ കറിയിലൊക്കെ ഈ കിഴങ്ങെടുത്ത് അരിഞ്ഞിടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നതിന് ഈ കിഴങ്ങിട്ട് വെക്കണേന്ന്. പക്ഷേ ഞാൻ കിഴങ്ങ് കഴിക്കാറില്ല, ഞാൻ എടുത്ത് മാറ്റി ചെയ്യുന്നത്. അഥവാ കഴിച്ചാൽ തന്നെയും ഞാൻ ഇങ്ങനെ ഉടച്ചിട്ടൊക്കെയാണ് കേട്ടോ കറികളിൽ ചേർക്കാറുള്ളൂ. എനിക്ക് കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് സാമ്പാറിലൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒക്കെയാണെങ്കിൽ കഴിക്കും. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞാൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ, ഓവർ കുക്ക് ആവണ്ട. ആ നേരം കൊണ്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള തക്കാളി അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി വലിയതായിട്ടുള്ള മീഡിയം സൈസ് 2 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ കൂടെ കളിച്ചിരുന്നു. പിന്നെ കറി വെക്കാനും കുറച്ച് ലേറ്റായി പോയിട്ട് അപ്പം കുറച്ച് ധൃതിക്കൊക്കെയാണ് കേട്ടോ കറി വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ തക്കാളി അരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് 2 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 2 വലിയ സവോളയാണ് കേട്ടോ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. കുഞ്ഞിനും ഉണ്ണിപ്പെണ്ണും ഒന്നിച്ചുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ അവസ്ഥ പറയണ്ടല്ലോ. ഇപ്പം തൃശ്ശൂർ പോയിട്ട് വന്നതിന് ശേഷം അംഗൻവാടി പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തമ്മിൽ ഭയങ്കര തല്ലോട്ടുമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. തെറ്റുകളുണ്ടെന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളൻകിഴങ്ങ് എന്നാൽ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴങ്ങൊക്കെ ഇപ്പം കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ, അപ്പം കുറച്ച് ടേസ്റ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും കുറച്ച് പാടൊന്നും ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഉണ്ണിപ്പെണ്ണാണെങ്കിൽ ഈ കിഴങ്ങ് മാത്രം പറക്കി തിന്നും കേട്ടോ. എൻ്റെ കുഞ്ഞമ്മോന് അത്ര അങ്ങ് താല്പര്യമില്ല, എന്നാലും എൻ്റെ ഉണ്ണിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് കേട്ടോ. അപ്പോൾ അടി ഓടി പിണങ്ങി എൻ്റെ ഉണ്ണിപ്പെണ്ണ് എൻ്റെ കയ്യിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇനി ആണെങ്കിൽ ആ ഷാട്ടി നിലത്ത് നിൽക്കട്ടെ. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഓരോമ്മമാരും ഉണ്ടാവില്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്കൊരു ശീലമായതുകൊണ്ട് പിന്നെ എനിക്ക് എത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയിൽ 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെ നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. ആ ഒരു നേരത്തിന് ഞാൻ ഉണ്ണിപ്പെണ്ണിനെ ഒന്ന് നിലത്ത് നിർത്തി കേട്ടോ തന്ത്രപരമായിട്ട്. അപ്പോൾ ആ ചട്ടിയിൽ സോപ്പൊക്കെ എടുത്ത് വെച്ച് കളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ എന്ന്. പിന്നെ കുറച്ച് കുറുമ്പൊക്കെ ആണെങ്കിലും പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങി പോകാറൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് നോക്കുന്നുണ്ട് എന്തെടുക്കുക എന്നൊക്കെ. അപ്പോൾ ഉണ്ണിപ്പെണ്ണ് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയില്ലായിരുന്നു, ചെറിയൊരു പാക്കറ്റ് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് കല്ലിൽ ചതച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ സവോളയൊക്കെ നല്ലോണം വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ലോണം ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ നിറം മാറി വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അധികം നേരം ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് മൂപ്പിച്ച പൊടികളാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി വെന്തടയണ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളി എല്ലാം വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചൂടുവെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്താണ് കേട്ടോ വഴറ്റിയെടുക്കാറ്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്യാം ഈ സമയത്ത്. അപ്പം ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട്
ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കിഴങ്ങറുത്ത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കിഴങ്ങറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ എനിക്ക് കിഴങ്ങ് തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇച്ചിരി 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കും.